എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേഷനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു മെത്തേഡ് പഠിക്കുകയാണ്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡാണത്. അപ്പോൾ നമ്മൾ നെറ്റ് കറണ്ട് അസറ്റ് ഫോർകാസ്റ്റിംഗ് മെത്തേഡായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടത്. അതിൻ്റെ ഒരു 3-4 പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം തന്നെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള മറ്റൊരു പ്രോബ്ലമാണ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ, ഒപ്പം തന്നെ ആ ഒരു മെത്തേഡിനെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫോർമുലകൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ 1-2 പ്രോബ്ലംസ് കൂടി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് ദി ഡ്യൂറേഷൻ ഓഫ് ടൈം വിതിൻ വിച്ച് വൺ സൈക്കിൾ ഓഫ് ബിസിനസ് ഓപ്പറേഷൻ ഈസ് കംപ്ലീറ്റഡ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ്റെ ഒരൊറ്റ സൈക്കിൾ, വൺ സൈക്കിൾ, അതായത് ഒരു ചാക്രികമായിട്ടുള്ള അല്ലെങ്കിൽ സർക്കുലർ രൂപത്തിലുള്ള അതിൻ്റെ ഒരു ആ മൂവ്മെൻറ്റ് പൂർത്തിയാക്കുന്ന ആ ഒരു കാലയളവിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കൈവശമുള്ള ക്യാഷ്, അതിൻ്റെ ക്യാഷ് ഔട്ട്ഫ്ലോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് പർച്ചേസ് ചെയ്യുന്നു, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ക്യാഷ് നമുക്ക് റോ മെറ്റീരിയൽ വാങ്ങിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതിനുശേഷം റോ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് അത് കുറേ നാൾ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകുന്നവരെ ഇൻവെൻട്രി ആയിട്ടത് കീപ്പ് ചെയ്യപ്പെടും അല്ലേ. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ അത് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് നിൽക്കുന്നു. പിന്നീട് അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകുന്നു. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയതിനു ശേഷം അത് ക്രെഡിറ്റ് സെയിലാണ് നടക്കുന്നതെങ്കിൽ അത് ഡെപ്റ്റേഴ്സ് ആയിട്ട് മാറുന്നു അല്ലേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇൻവെൻട്രിയുടെ ഭാഗമാണ്. ക്യാഷ്, റോ മെറ്റീരിയൽ, ഫിനിഷ്ഡ് ഗുഡ്സ്, ക്യാഷ് കറണ്ട് അസറ്റിൻ്റെ ഭാഗമാണ് അല്ലേ. അതിനുശേഷം നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് സെയിൽ നടത്തിയതിന് ശേഷം ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ബിൽസ് റിസീവ്ഡായിട്ട് മാറുന്നു. പിന്നീട് അവരിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടുമ്പോൾ അത് വീണ്ടും ക്യാഷായിട്ട് മാറുന്നു അല്ലേ. അപ്പോൾ ക്യാഷിൻ്റെ ഇൻഫ്ലോ വരുന്നു. അപ്പോൾ ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ ക്യാഷിൽ തുടങ്ങി ക്യാഷിൻ്റെ ഇൻഫ്ലോ ഡെപ്റ്റേഴ്സിൽ നിന്ന് ക്യാഷ് കിട്ടുന്നവരെയുള്ള ഈ ഒരു സർക്കുലർ മോഷനിലുള്ള ആ വർക്കിംഗ് ക്യാപിറ്റലിനാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് സൈക്കിൾ എന്ന് പറയുന്നത്. ആ ഒരു കാലയളവിന്, ആ പീരീഡിനെയാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ബിഗിൻസ് വിത്ത് എ ക്യാഷ് ഔട്ട്ഫ്ലോ. നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ ആരംഭിക്കുന്നു. സബ്സിക്വൻ്റ്ലി ഇറ്റ് പാസസ് ത്രൂ വേരിയസ് സ്റ്റേജസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ക്രെഡിറ്റ് സെയിൽ, അത് പിന്നീട് ബുക്ക് ഡെപ്സ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവ്ഡായിട്ട് മാറുന്നു. അവസാനം എന്ത് ചെയ്യുന്നു, നമുക്ക് ഡെപ്റ്റേഴ്സിൽ നിന്ന് ക്യാഷ് കിട്ടുന്നു അല്ലേ. അപ്പോൾ ആ ഒരു സൈക്കിളിനെയാണ് നമ്മൾ, ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഷോർട്ടർ ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് അല്ലെങ്കിൽ ഷോർട്ടർ ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ പീരീഡ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഒരു കാലയളവ് കുറവാണെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിനുള്ള ആവശ്യവും കുറവ് തന്നെയായിരിക്കും. ലോവർ വിൽ ബി ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് വൈസ് വേഴ്സ. അതായത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്യാഷിനെ നമുക്ക് ക്യാഷാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇനത്തിൽ കുറച്ച് തുക നമുക്ക് സൂക്ഷിച്ച് വയ്ക്കേണ്ട ആവശ്യമേ ഉള്ളൂ. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാഷ് തിരികെ വരുന്നുണ്ട്, അതുകൊണ്ടാണല്ലേ. നോക്കുക ഇനി, ദിസ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് 3 സ്റ്റെപ്പ്. അപ്പോൾ 3 സ്റ്റെപ്പുകളിലൂടെയാണ് നമുക്ക് ഈ മെത്തേഡിൽ വർക്കിംഗ് ക്യാപിറ്റൽ കണക്ക് കൂട്ടാൻ സാധിക്കുക. ഒന്നാമത്തത് കാൽക്കുലേഷൻ ഓഫ് ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. നമുക്ക് ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഒരു ഡ്യൂറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ദ ഡ്യൂറേഷൻ ഈസ് കമ്പ്യൂട്ടഡ് ഇൻ ബൈ ആഡിങ് ടുഗദർ ദ ആവറേജ് സ്റ്റോറേജ് പീരീഡ് ഓഫ് റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ദ ആവറേജ് കളക്ഷൻ പീരീഡ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയെടുത്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് ഈ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. ഇവിടെ O ഈസ് ഈക്വൽ ടു, അതായത് ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ അല്ലേ, ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ ഈസ് ഈക്വൽ ടു R എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ മെറ്റീരിയൽ ആവറേജ് സ്റ്റോറേജ് പീരീഡ്. റോ മെറ്റീരിയൽ ആവറേജ് എത്ര നാളത്തേക്കാണ് സ്റ്റോറേജ് അല്ലെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കേണ്ടി വരുന്നത്, അടുത്തതിൻ്റെ കൂടെ പ്ലസ് വർക്ക് ഇൻ പ്രോഗ്രസ് ആവറേജ് പീരീഡ്. വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് നമ്മൾ ഇൻവെൻട്രി എത്ര നാൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഫിനിഷ്ഡ് ഗുഡ്സ് ആവറേജ് സ്റ്റോറേജ് പീരീഡ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആയതിനു ശേഷം വിൽപ്പനയ്ക്ക് മുമ്പ് എത്ര നാൾ അത് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഡെപ്റ്റേഴ്സ് ആയിട്ട് എത്ര നാൾ, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ കളക്ഷൻ പീരീഡ് എത്രയാണ്. കൂടാതെ നമ്മൾ ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് പീരീഡ് നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കും. അതായത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൂട്ടിയെടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ്, നമ്മൾ ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുക്കാനുള്ള ഒരു കാലാവധി ഉണ്ടല്ലോ, ആ ഒരു കാലാവധി നമ്മൾ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് സൈക്കിൾ പീരീഡ് കിട്ടുക. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ നോക്കുക റോ മെറ്റീരിയൽ ആവറേജ് സ്റ്റോറേജ് പീരീഡ്. നമുക്കിത് ഓരോന്നും കണ്ടുപിടിക്കാൻ വേണ്ടി, ഇപ്പോൾ ഈ റോ മെറ്റീരിയൽ ആവറേജ് സ്റ്റോറേജ് പീരീഡ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആവറേജ് പീരീഡ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ഡെപ്റ്റർ കളക്ഷൻ പീരീഡ്, ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ്, അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഓരോ ഫോർമുലകളുണ്ട്, അത് ഓർത്തിരിക്കണം. നമുക്ക് ഓരോ നോക്കാം. റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡ് ഈസ് ഈക്വൽ ടു ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ മിക്കവാറും നിങ്ങൾക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവും. അങ്ങനെ ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ തന്നിട്ടില്ല എങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വേറെയുണ്ട്. അതായത് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കോടും കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് സ്റ്റോക്ക് കിട്ടും അല്ലേ.
ഇപ്പോൾ റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിനുള്ള ഇക്വേഷൻ ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലാണ്. ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലേ. ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി കൺസംഷൻ ആണ്. ആവറേജ് ഡെയിലി കൺസംഷൻ നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. ആവറേജ് ഡെയിലി കൺസംഷൻ ഈസ് ഈക്വൽ ടു മെറ്റീരിയൽ കൺസ്യൂംഡ് ഡ്യൂറിങ് ദ ഇയർ. നമ്മൾ ഈ വർഷം മൊത്തം ടോട്ടൽ കൺസംഷൻ ഓഫ് മെറ്റീരിയൽ ഡ്യൂറിങ് ദ ഇയർ, ഈ വർഷത്തെ ടോട്ടൽ കൺസംഷൻ ഡിവൈഡ് ബൈ 365. അപ്പോൾ നമുക്ക് ആവറേജ് ഡെയിലി കൺസംഷൻ അല്ലേ, ഒരു ദിവസത്തെ കൺസംഷൻ എത്രയാണെന്നുള്ളത് കിട്ടും. ഇൻ ഷോർട്ട്, റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡ് നമ്മൾ പറഞ്ഞ പോലെ ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡ് ബൈ ആനുവൽ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് അല്ലേ, ആനുവൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഇൻറ്റു 365, 365 കൊണ്ട്, അതായത് ഒരു വർഷത്തെ ദിവസങ്ങൾ. ചില ടെക്സ്റ്റിൽ അത് 360 അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യനിൽ അത് 360 എന്ന് പറഞ്ഞ് അങ്ങനെ അസ്യൂം ചെയ്യാൻ പറയും. അങ്ങനെയാണെങ്കിൽ 360 എടുത്താൽ മതി. നോർമലി നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ 365 ദിവസങ്ങൾ എന്ന രീതിയിൽ തന്നെ എടുക്കുക. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ തന്നിട്ടില്ലെങ്കിൽ ഇതാണ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് നമുക്ക് കണ്ടുപിടിക്കാം. മെറ്റീരിയൽ കൺസ്യൂംഡ് നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. അതായത് ഓപ്പറേറ്റിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ പ്ലസ് ക്യാരേജ് ഓൺ പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇക്വേഷൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി മറ്റൊന്ന്, രണ്ടാമത് നമ്മൾ കണ്ടുപിടിക്കുന്ന ആവറേജ് പീരീഡ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. വർക്ക് ഇൻ പ്രോഗ്രസ് ഇനത്തിൽ നമ്മൾ എത്ര നാൾ ഇൻവെൻട്രി കീപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആവറേജ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിവൈഡ് ബൈ ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് അതിനുള്ള ഇക്വേഷൻ. ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലേ, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ല, നമുക്ക് ആ ഒരു കോസ്റ്റാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ആവറേജ് വർക്ക് ഇൻ പ്രോഗ്രസ് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിട്ടില്ല എങ്കിൽ, ഒരു പക്ഷേ മിക്കവാറും ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തരാൻ സാധ്യതയുണ്ട്. തന്നിട്ടില്ല എങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസും ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസും ഉണ്ടെങ്കിൽ അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് വർക്ക് ഇൻ പ്രോഗ്രസ് കിട്ടും. ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റിനെ നമുക്ക് 365 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ് കിട്ടും അല്ലേ. അപ്പം അത് നമുക്ക് ഈ ഡിനോമിനേറ്ററായിട്ട് ഇവിടെ ഉപയോഗിക്കാം, ഇൻറ്റു 365 അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ആവറേജ് വർക്ക് ഇൻ പ്രോഗ്രസ് നമുക്ക് ലഭിക്കും. ഇനി ഇഫ് ആനുവൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഗിവൻ, നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് തന്നിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ് വേജസ് പ്ലസ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് പ്ലസ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മൈനസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലേ. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്കത് കണ്ടുപിടിക്കാവുന്നതാണ്. സാധാരണ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ഇങ്ങനെയും നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. ഈ ആനുവൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ സാധാരണ നേരിട്ട് തരാറുണ്ട്. തന്നില്ല എങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് അതിന് പകരം തന്നിരിക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കണം. ഇനി ഫിനിഷ്ഡ് ഗുഡ്സ് ആവറേജ് സ്റ്റോറേജ് പീരീഡ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് നമ്മൾ ആവറേജ് എത്ര നാളത് സ്റ്റോർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഡിവൈഡഡ് ബൈ ഡെയിലി ആവറേജ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ. അപ്പോൾ അതാണ് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ചിലപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് രണ്ടും ഡിവൈഡ് ചെയ്യുക. ഇനി ഡെയിലി ആയിട്ടുള്ള ആവറേജ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ 365 അല്ലേ. അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്കത് കണ്ടുപിടിക്കാം. അതിനുശേഷം ഇൻറ്റു 365 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോറേജ് പീരീഡ് കിട്ടും. ഇനി ആനുവൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടില്ല എങ്കിലോ ഇവിടെ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാനാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആനുവൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാം. ഇനി ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ഡെപ്റ്റേഴ്സ് ഡിവൈഡ് ബൈ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ബിൽസ് റിസീവ്ഡ് ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്തേക്കണം കേട്ടോ. ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവ്ഡ് ആണ് നമ്മൾ പറയുന്നത്. ഡിവൈഡ് ബൈ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് സെയിൽ. ആവറേജ് ഡെപ്റ്റേഴ്സ് നേരിട്ട് തന്നിട്ടില്ല എങ്കിൽ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സും ക്ലോസിംഗ് ഡെപ്റ്റേഴ്സും കൂട്ടിയിട്ട് രണ്ടും ഡിവൈഡ് ചെയ്തേക്കുക. ആവറേജ് ഡെയിലി ക്രെഡിറ്റ് സെയിൽസ്, അത് ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ 365 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് സെയിൽസും കിട്ടും. അപ്പോൾ ആവറേജ് ഡെപ്റ്റേഴ്സ് ഡിവൈഡ് ബൈ ആനുവൽ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365 അല്ലേ. ഇനി ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ് നമുക്ക് കുറയ്ക്കേണ്ടതുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് പേയബിൾ ഉണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സിനോട് കൂടണം. അതിനുശേഷം ആവറേജ് ഡെയിലി ക്രെഡിറ്റ് പർച്ചേസ് കൊണ്ടാണ് അത് ഡിവൈഡ് ചെയ്യേണ്ടത് ഇൻറ്റു 365 അല്ലേ. അപ്പോൾ ആവറേജ് ക്രെഡിറ്റേഴ്സ് തന്നിട്ടില്ല എങ്കിൽ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സും ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സും കൂട്ടിയിട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡെയിലി ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡ് ബൈ 365 അല്ലേ. അപ്പോൾ ഇതൊക്കെ ഡെയിലി കണ്ടുപിടിക്കാനുള്ള കാര്യത്തിൽ എളുപ്പമാണ്. നമുക്ക് ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ അത് തന്നിട്ടുണ്ടെങ്കിൽ അത് ഡിവൈഡ് ബൈ 365 ഡേയ്സ് അല്ലേ. അപ്പോൾ നമുക്ക് ഡെയിലി ക്രെഡിറ്റ് പർച്ചേസ് കിട്ടും. അങ്ങനെ നമുക്ക് ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡും നമുക്ക് കിട്ടും. ഇനി മറ്റൊരു കാര്യം കൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിള് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ ഓപ്പറേറ്റിംഗ് പീരീഡ്. ഇപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് പീരീഡ് ഒരു വർഷമാണെങ്കിൽ ആ ഒരു വർഷത്തിനുള്ളിൽ എത്ര ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ഫൗണ്ട് ഔട്ട് ബൈ ഡിവൈഡിങ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ദി ഓപ്പറേറ്റിംഗ് പീരീഡ്.
നോർമലി 365 ഡേയ്സ്. അതായത് ഓപ്പറേറ്റിംഗ് പീരീഡ് സാധാരണ ഒരു വർഷമാണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഓപ്പറേറ്റിംഗ് പീരീഡ് 365 ഡേയ്സ് ഡിവൈഡഡ് ബൈ പീരീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിളായിട്ട് എത്ര ദിവസമാണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഒരു വർഷം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾസ് ഇൻ ആൻ ഇയർ അല്ലേ. അപ്പോൾ 365 ഡിവൈഡ് ബൈ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ എത്ര ദിവസമാണുള്ളത്, 30 ദിവസമാണെങ്കിൽ 365 ഡിവൈഡ് ബൈ 30 എന്ന് വരും അല്ലേ. ദെൻ എസ്റ്റിമേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. Now the working capital required is calculated by dividing total operating expense for the period by the number of operating cycles in that period. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന് നമുക്ക് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എത്രയുണ്ടോ ആ നമ്പർ കൊണ്ട് എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഫോർ ദി ഇയർ എമൗണ്ട്സ് ടു 2,40,000, നമുക്ക് മൊത്തം 2,40,000 ആണ് ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വരുന്നതെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇതുപോലെ ഇത് വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഒരു വർഷം 4 ആണെങ്കിൽ നമുക്ക് 2,40,000 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 60,000 വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. ആഫ്റ്റർ അസർട്ടൈനിങ് ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആസ് എബോവ്, എ സർട്ടൻ എമൗണ്ട് ഓഫ് എ പെർസെൻറ്റേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മേ ബി ആഡഡ് ആസ് പ്രൊവിഷൻ ഫോർ കണ്ടിൻജൻസി. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ട് എത്ര പെർസെൻറ്റേജ് ആണോ നമുക്ക് കണ്ടിൻജൻസി ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി, പ്രൊവിഷൻ ഫോർ കണ്ടിൻജൻസി ആയിട്ട് ആഡ് ചെയ്യാൻ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്ത് നമുക്ക് ഫൈനൽ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ബുക്സ് ഓഫ് എ മാനുഫാക്ചറിംഗ് കൺസേൺ കമ്പ്യൂട്ട് ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ ഡേയ്സ്. നമ്മളുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പീരീഡ് കവേഡ് 365 ഡേയ്സ് ആണ് ഒരു വർഷം എന്നുള്ളത് തന്നിട്ടുണ്ട്. ആവറേജ് പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ബൈ സപ്ലൈസ് നമുക്ക് നൽകുന്ന ആവറേജ് പീരീഡ് ഓഫ് ക്രെഡിറ്റ് 16 ഡേയ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 16 ദിവസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ എമൗണ്ടുകൾ തന്നിട്ടുണ്ട്. ആവറേജ് ടോട്ടൽ ഓഫ് ഡെപ്റ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ്, നമുക്ക് ഡെപ്റ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് ഇനത്തില്ല, ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് എത്രയാണ് 480 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ 1000 ആണല്ലേ, അതായത് ഇതിൻ്റെ കൂടെ 1000 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണെന്ന് അർത്ഥത്തിൽ. കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി ഇൻ 1000 എന്ന് മുകളിൽ കൊടുത്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 480 എന്ന് തൽക്കാലം എടുക്കാം. റോ മെറ്റീരിയൽ കൺസംഷൻ, റോ മെറ്റീരിയൽ ഉപയോഗം അല്ലേ, യൂസേജ് ഓഫ് റോ മെറ്റീരിയൽ ആനുവൽ കൺസംഷൻ എന്നൊക്കെ പറയുന്നത് എത്രയാണ് 4,400. ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ 10,500 ആണ്. സെയിൽസ് ഫോർ ദി ഇയർ, സെയിൽസിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് 16,000. വാല്യൂ ഓഫ് ആവറേജ് സ്റ്റോക്ക് മെയിൻറ്റെയിൻഡ്, നമുക്ക് ആവറേജ് സ്റ്റോക്ക് എത്രയാണ് റോ മെറ്റീരിയൽ ഇനത്തിൽ 320, വർക്ക് ഇൻ പ്രോഗ്രസ് 350, ഫിനിഷ്ഡ് ഗുഡ്സ് 260 അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓപ്പറേറ്റിംഗ് സൈക്കിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡ്, ഇപ്പോൾ റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡ് എന്താണ് നമ്മൾ പറഞ്ഞത്, ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡ് ബൈ ആവറേജ് ഡെയിലി കൺസംഷൻ ഇൻറ്റു 365 എന്നാണ് കണ്ടത് അല്ലേ ആ ഇക്വേഷൻ. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് കണ്ടുപിടിക്കണം. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എത്രയാണ് 320 ആണല്ലേ. അപ്പോൾ 320 ഡിവൈഡ് ബൈ എത്രയാണ് ആനുവൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. നമുക്ക് ആനുവൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എത്രയായിരുന്നു ഇവിടെ നമുക്ക് നോക്കുക, ഇവിടെ 4,400 പറഞ്ഞിരിക്കുന്നത് അല്ലേ. 4,400 റോ മെറ്റീരിയൽ കൺസംഷൻ്റെ കോസ്റ്റ് 4,400 ആണ്. ഇൻറ്റു 365, അപ്പോൾ നമുക്ക് 21 ഡേയ്സ് കിട്ടും. ഇനി ആവറേജ് പീരീഡ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, അതുപോലെ തന്നെ ആവറേജ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിവൈഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻറ്റു 365 എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 13 ഡേയ്സ് കിട്ടും അല്ലേ. 350 ആണ് ആവറേജ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ആവറേജ് സ്റ്റോക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 350 ഡിവൈഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കിവിടെ 10,000 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് 10,000 ആണ്. ആ 10,000 ആണ് ഇവിടെ എടുക്കുന്നത് ഇൻറ്റു 365, അപ്പോൾ നമുക്ക് 13 ഡേയ്സ് കിട്ടും. ദെൻ ഫിനിഷ്ഡ് ഗുഡ് സ്റ്റോറേജ് പീരീഡ് അതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കുന്ന ആവറേജ് സ്റ്റോക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് പറഞ്ഞിട്ടുണ്ട് 260 ആണ്. ഡിവൈഡ് ബൈ 10,500 അല്ലേ. ആനുവൽ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എത്രയാണെന്ന് തന്നിരിക്കുന്നത്, നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് അല്ലേ. അപ്പോൾ 10,500 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ഇൻറ്റു 365, നമുക്ക് 9 ഡേയ്സിന് കിട്ടും. ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് ആണെങ്കിൽ ആവറേജ് ഡെപ്റ്റേഴ്സ് ഡിവൈഡ് ബൈ ആനുവൽ ക്രെഡിറ്റ് സെയിൽ അല്ലേ. 480 ആണ് ഡെപ്റ്റേഴ്സ് ഡിവൈഡ് ബൈ 16,000 ക്രെഡിറ്റ് സെയിൽ ഇൻറ്റു 365, നമുക്ക് 11 ഡേയ്സ് കിട്ടും. അപ്പോൾ നമുക്ക് ഗ്രോസ് പീരീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കണ്ടുപിടിക്കാം. അതായത് നമുക്ക് ഈ ഒരു ആവറേജ് പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലോഡ് ബൈ സപ്ലൈസ് അത് കുറയ്ക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ അല്ലേ. നമ്മൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഐറ്റംസ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുകയാണല്ലേ. 27 പ്ലസ് 13 ഡേയ്സ് പ്ലസ് 9 ഡേയ്സ് പ്ലസ് 11 ഡേയ്സ് അല്ലേ. ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഗ്രോസ് പീരീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കിട്ടും 60 ഡേയ്സ് എന്ന്.
അതിൽ നിന്ന് ആവറേജ് പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലോഡ് ബൈ സപ്ലൈസ് നമുക്ക് അലോ ചെയ്തിരിക്കുന്ന ആവറേജ് പീരീഡ് എത്രയാണെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 16 days ആണ് അല്ലേ. അപ്പോൾ ഈ 16 days നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് സൈക്കിൾ നെറ്റ് പീരീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കിട്ടും 44 days അല്ലേ. അപ്പോൾ 44 days ആണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. നമുക്ക് നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾസ് ഇൻ ആൻ ഇയർ, ഒരു വർഷം ഓപ്പറേറ്റിംഗ് സൈക്കിൾ എത്രയുണ്ടെന്ന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ 365/44 അല്ലേ. അപ്പോൾ 8.30 days ആണ്, അല്ലെങ്കിൽ 8.30 തവണകൾ അല്ലേ. അത്രയും തവണ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഒരു വർഷമുണ്ട്, അതിൻ്റെ നമ്പറുകൾ അല്ലേ. എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്, വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ് വേണ്ടതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ്, ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് 1500 എന്നാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ 1500 ഡിവൈഡ് ബൈ 8.30 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 1265 കണ്ടുപിടിച്ചിട്ട് നമ്മൾ 1000 തവണ കൂടി ചേർക്കുക അല്ലേ, അല്ലെങ്കിൽ 3 പൂജ്യം കൂടി ചേർക്കുക. കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ എമൗണ്ട് അവിടെ തന്നിരിക്കുന്നതെല്ലാം 1000-ലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ 1000 ഇവിടെ നമുക്ക് കൂടി ചേർക്കാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു ടെക്സ്റ്റിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോബ്ലവും ഓപ്പറേറ്റിംഗ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാം. നോക്കുക. ഫ്രം ദി ഫോളോവിങ് ഡാറ്റ ഓർ ജീവ ലിമിറ്റഡ് കമ്പ്യൂട്ട് ദ ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ അല്ലേ. ജീവ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ അല്ലേ, ഓഫ് ജീവ ലിമിറ്റഡ് താഴെ പറയുന്ന കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് 2 വർഷത്തെ കണ്ടുപിടിക്കാനുണ്ട്. നമുക്ക് ഇയർ 1 ഇയർ 2 എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ ഡാറ്റ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യം സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ട്, റോ മെറ്റീരിയൽ, വർക്കിംഗ് പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, അതിൻ്റെയൊക്കെ 2 വർഷത്തെയും എമൗണ്ടുകൾ പറഞ്ഞിട്ടുണ്ട്. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പറഞ്ഞിട്ടുണ്ട്, സെയിൽസ് പറഞ്ഞിട്ടുണ്ട്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്കിവിടെ 360 days ആയിട്ട് അസ്യൂം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ റോ മെറ്റീരിയൽ ഹോൾഡിംഗ് പീരീഡിലാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. റോ മെറ്റീരിയൽ ഹോൾഡിംഗ് പീരീഡ് നമുക്ക് ഈ ടെക്സ്റ്റിൽ അതിൻ്റെ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ റോ മെറ്റീരിയലിൻ്റെ ആദ്യം നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ ഏതായിരുന്നു നോക്കിയേ, റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡ് അല്ലേ. ഈ സ്റ്റോറേജ് പീരീഡ് എന്ന് പറയുന്നത് തന്നെയാണ് റോ മെറ്റീരിയൽ ഹോൾഡിംഗ് പീരീഡ് അല്ലേ. അപ്പോൾ ക്വസ്റ്റിൽ നിങ്ങൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാലും റോ മെറ്റീരിയൽ ഹോൾഡിംഗ് പീരീഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് അല്ലേ. നമ്മൾ ആ ഇക്വേഷനിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ പോലെ തന്നെയാണ്, ആ പേരിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 20,000 ഡിവൈഡ് ബൈ 96,000 ഇൻറ്റു 360 ആണല്ലേ. അപ്പോൾ നമുക്കിവിടെ 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഡേയ്സ് കിട്ടും, എത്ര ഡേയ്സ് ആണുള്ളത്, 75 days എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ഇയർ 1-ലെയാണ്. ഇയർ 2-ൽ നമുക്ക് അടുത്തായിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് പോകണം. 27,000 ഡിവൈഡ് ബൈ 1,35,000 ഇൻറ്റു 360 അല്ലേ. അപ്പോൾ നമുക്ക് 72 days എന്ന് കിട്ടും. അപ്പോൾ ഇതെല്ലാം നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത് നോക്കാം. 1,35,000 ഇവിടെ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ അല്ലേ. റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്തത് എത്രയാണോ, കൺസ്യൂം ചെയ്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരിട്ട് കൺസ്യൂമഡ് എന്ന് പറഞ്ഞിട്ടില്ല, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൺസ്യൂമഡ് പ്രത്യേകം പറഞ്ഞിട്ടില്ല എങ്കിൽ പർച്ചേസ് ചെയ്ത റോ മെറ്റീരിയൽ മുഴുവനായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്തു എന്നുള്ളത് അസ്യൂം ചെയ്യുന്നു അല്ലേ. നമുക്ക് താഴെ വേണം എഴുതിയോടെ വെച്ചാൽ മതി, അസ്യൂംഡ് ടു ബി ഇക്വലന്റ് ടു പർച്ചേസ് അല്ലേ. റോ മെറ്റീരിയൽ പർച്ചേസിന് തുല്യമാണ് മെറ്റീരിയൽ കൺസ്യൂംഡ്, ആ മെറ്റീരിയൽ മുഴുവൻ കൺസ്യൂം ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ. ഇനി വർക്ക് ഇൻ പ്രോഗ്രസ് ഹോൾഡിംഗ് പീരീഡ്, വർക്ക് ഇൻ പ്രോഗ്രസ് സ്റ്റോറേജ് പീരീഡ് അല്ലേ. സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് അല്ലേ. 14,000 ഡിവൈഡ് ബൈ 1,40,000 ഇൻറ്റു 360 36 days കിട്ടും. ഇവിടെ നമുക്കത് 36 days കിട്ടും അല്ലേ. 12,000 ഡിവൈഡ് ബൈ 1,80,000 ഇൻറ്റു 360 എന്നുള്ളൂ. ഇനി ഫിനിഷ്ഡ് ഗുഡ്സ് ഹോൾഡിംഗ് പീരീഡ്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇൻറ്റു 360 days എന്ന് പറയുമ്പോൾ ഇവിടെ 54 ഇവിടെ 48 കിട്ടും. ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് നമ്മൾ നോക്കണം, ഡെപ്റ്റേഴ്സിൻ്റെ ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ക്വസ്റ്റിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ കാണിക്കാത്തത്. ഇൻറ്റു 360 days അപ്പോൾ നമുക്ക് 72 days 90 days കിട്ടും. അപ്പം പിന്നീട് നമുക്ക് ഗ്രോസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇവിടെ 237 240 അല്ലേ. ലെസ് ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ്, ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ക്രെഡിറ്റേഴ്സ് ഡിവൈഡ് ബൈ പർച്ചേസ് ഇൻറ്റു 360 days അല്ലേ. 16,000 ഡിവൈഡ് ബൈ 96,000 ഇൻറ്റു 360 നമുക്ക് 60 കിട്ടും. ഇവിടെ നമുക്ക് 48 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ 237 നിന്ന് 60 കുറച്ച് 177 ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കിട്ടും. ഇവിടെ 246 നിന്ന് 48 കുറച്ച് 198 കിട്ടും അല്ലേ. അപ്പോൾ ആദ്യത്തെ വർഷത്തെ ഇയർ 1-ലെ 177 ഇയർ 2 ആകുമ്പോൾ അത് 198 കൂടുന്നു അല്ലേ. അപ്പോൾ അതായത് 177 എന്നുള്ളത് നമുക്കിവിടെ കൂടുതൽ വന്നിട്ട് 21 days കൂടുതൽ വന്നിട്ടുണ്ട് അല്ലേ. 198 ഡിവൈഡ് ബൈ -177. അപ്പോൾ ഇയർ 2-ൽ നമുക്ക് ഓപ്പറേറ്റിംഗ് സൈക്കിൾ അതിൻ്റെ ഡേയ്സ് കൂടുതലാണ്. അതുകൊണ്ട് ദിസ് വിൽ നെസസിയേറ്റ് മോർ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ ഇയർ 2. ഇയർ 2-ൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ, ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ഇവിടെ വരെ അത് ചെയ്തിട്ടുള്ളൂ. ആ ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതേ രീതിയിലും ചിലപ്പോൾ ചോദിക്കാം. ഇനി നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് വളരെ ചെറിയ മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഇത് ചോദിക്കാവുന്നതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഇൻറ്റു ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഡിവൈഡ് ബൈ 365 ഡേയ്സ്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എത്രയാണോ ഡിവൈഡ് ബൈ 360 ഡേയ്സ് പ്ലസ് എക്സ്പെക്റ്റഡ് ക്യാഷ് ബാലൻസ് പറഞ്ഞുകൊണ്ട് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. അപ്പോൾ അത് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് തന്നിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ 73 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിസൈഡ് ക്യാഷ് ബാലൻസ് അതായത് കണ്ടിൻജൻസിക്ക് വേണ്ടി പ്രൊവിഷനായിട്ട് എമൗണ്ടോട് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ അങ്ങനെ അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഈസി ആയിട്ട് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഇൻറ്റു ഓപ്പറേറ്റിംഗ് സൈക്കിൾ 73 ഡേയ്സ്, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് 24 lakhs എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിവൈഡ് ബൈ 360 പ്ലസ് 50,000 അല്ലേ. നമുക്ക് എത്രയാണോ നമ്മൾ ക്യാഷ് ബാലൻസ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അതോടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 5,30,000 രൂപ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന രീതിയിൽ അതും കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് പ്രകാരം നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള 2-3 പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്